പ്രൈസ് ദി ലോർഡ്. ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യ പ്രാർത്ഥനയിലേക്കും എവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് വലിയ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ ഒന്നായ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്ന് പറയുന്നത് സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയും ദൈവവചനത്തിലൂടെയും യേശുവിനെ ലോകത്തിന് കൊടുക്കണം. ഈ ദൈവത്തിൻ്റെ വചനം ലോകത്തിന് കൊടുക്കുന്നതിലൂടെ മാത്രമേ ലോകത്തിൽ സമാധാനം ഉണ്ടാവത്തുള്ളൂ, ലോകത്തിൽ ശാന്തി ഉണ്ടാവത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇപ്രകാരം പറയുകയാണ്. വളരെ യാദൃച്ഛ്യമായിട്ട് കണ്ടതാണ്. 15 വർഷം മുൻപ് അവരും ഭർത്താവും ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ പാമ്പാടിയിൽ വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അവിടെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. പലതവണ മദ്യപാനം നിർത്തുവാനായിട്ട് ചികിത്സയൊക്കെ ചെയ്ത, എന്നിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിന് പറയുകയാണ്, സഹോദരി പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ചു. പ്രാർത്ഥിച്ചിട്ട് ബ്രദർ പറഞ്ഞു ഇനി ഒരിക്കലും കുടിക്കത്തില്ല. ആ സഹോദരി വലിയ സന്തോഷത്തോടെ പറയുകയാണ്, 15 വർഷമായിട്ട് എൻ്റെ ഭർത്താവ് പിന്നീട് മദ്യപിച്ചിട്ടില്ല. 2 മക്കളുണ്ട്. മക്കളൊക്കെ വലുതായി, വലിയ സന്തോഷമായിട്ട് കുടുംബജീവിതം പോകുന്നു. ഒരു കുഴപ്പങ്ങളുമില്ല. ഇവിടെ ആ മദ്യപാനിയായ വ്യക്തിക്ക് കർത്താവ് വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ആ വിടുതൽ ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവത്തിൻ്റെ വചനമാണ് ആ മനുഷ്യനെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിച്ചത്. മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് ആ മനുഷ്യനെ വിടുവിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ഈ സുവിശേഷം ലോകത്തോട് പറയുവാനായിട്ട് നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുക. 1 കൊരിന്തോസ് 9 അധ്യായത്തിൻ്റെ 16 വചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം ലോകത്തിന് കൊടുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. നമ്മൾ കടമകൾ ചെയ്യുമ്പോഴാണ് ദൈവത്താൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ കർത്താവ് നമ്മളെ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അവൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അവൾ സുവിശേഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജീവിതം കൊടുത്തില്ലെങ്കിൽ അത് ദുരിതത്തിന് കാരണമാകും. ഹല്ലേലൂയ. അവൾ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുക, അത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. യെശയ്യാ 6 അധ്യായത്തിൻ്റെ 8 വചനമാണ്. ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആര് എനിക്കായിട്ട് പോകും? ആര് എനിക്കായിട്ട് പോകും? നമുക്ക് വേണ്ടി ആര് പോകും? നമ്മൾ ആരെ അയക്കും?
യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാ ദേവാലയത്തിൽ വെച്ച്. ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. യെശയ്യാ പറയുകയാണ്, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ്. നമ്മളൊക്കെ അശുദ്ധമായ അധരങ്ങളും അശുദ്ധമായ നാവുകളും ഉള്ളവരാണ്. നമ്മുടെ നാവ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ നാവ് നമ്മളെ തിന്മയിലേക്ക് നയിക്കുകയാണ്. നാവ് തീയാണ്. നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. ഒരു ആത്മീയ മനുഷ്യൻ തൻ്റെ നാവിനെ എത്രമാത്രം നിയന്ത്രിക്കുന്നുവോ അത്രമാത്രം ദൈവാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട്, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയും. നാവിനെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണം. നമ്മളെല്ലാവരും ബലഹീനരാണ്. ചിലപ്പോൾ നാവ് കൊണ്ട് സംസാരത്തിലൊക്കെ വീഴ്ചകൾ സംഭവിച്ചേക്കാം. പക്ഷെ അതുടനെ തിരുത്തുവാൻ നമ്മൾ തയ്യാറാവുക. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുക, ഞാൻ അശുദ്ധനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ, ദൈവ മഹത്വത്തിൻ്റെ മുൻപിൽ നമ്മൾ എത്രമാത്രം അശുദ്ധിയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒത്തിരിയേറെ അശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ മനസ്സിലും മനസ്സാക്ഷിയിലും അശുദ്ധിയും ആസക്തികളും തിന്മകളുമൊക്കെ ഉണ്ട്. വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്. ഇവയൊക്കെ നീക്കപ്പെടണം. ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം കാണുക, ദൈവത്തിൻ്റെ പരിശുദ്ധി കാണുക, ദൈവത്തോടു കൂടി ആയിരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മാലാഖായുടെ ഒരു വലിയ ഒരു ദർശന അനുഭവം പ്രവാചകനുണ്ടായി. സറാഫുകളിൽ ഒന്ന് ഒരു കുടിലിൽ അഗ്നി കൊണ്ടുവന്ന് യെശയ്യാ പ്രവാചകൻ്റെ നാവിനെയും അധരങ്ങളെയും വിശുദ്ധീകരിക്കുകയാണ്. 6ഉം 7ഉം തിരുവചനങ്ങൾ. അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതൻ തീക്കനലുമായിട്ട് വരികയാണ്. പ്രവാചകൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യായുടെ മേലുള്ള മാലിന്യങ്ങളും അശുദ്ധികളും പാപത്തിൻ്റെ കറകളും നീക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് പ്രവാചകൻ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരം, ആര് നമുക്ക് വേണ്ടി പോകും? പ്രവാചകൻ പറയുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.